സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ജസ്റ്റിസ് നിതിൻ ജാംദാർ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 2-ാം സ്ഥാനമാണ് ചൈനയ്ക്ക്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത്? അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LMV-3. LMV-3. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കേരളത്തില് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് എക്സ്. 2025 ഏപ്രിൽ 22-ന് ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം പഹൽഗാമാണ്. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 2025 ഏപ്രിൽ 22 പഹൽഗാം. 2025 ലോക ഭൗമദിന പ്രമേയം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22-ആണ്. 2025 ലോക ഭൗമദിന പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണി. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കെ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതി ദേവിയാണ്. പി സതി ദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. കേരളത്തിന്റെ 23-ാമത്തെ ഗവർണർ. കേരളത്തിന്റെ 23-ാമത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരാണ്? നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. ISRO ചെയർമാൻ. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 2023 ജൂലൈ 14-ന് ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. 14 ഭൗമദിനങ്ങൾ. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആര്? ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ ആണ്. CP രാധാകൃഷ്ണൻ. എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ? 15-ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ എന്നിവയാണ്. INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആര്? ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. അജയ് ബംഗ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. പദ്ധതിയുടെ പേര് കരുത്ത്. ISROയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. പേര് ആദിത്യ L1. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 10. ജൂലൈ 10 ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര്? മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ്. തിരുവനന്തപുരം സെൻട്രൽ. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല. ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസം. ഇന്ത്യയും UK-യും സംയുക്തമായിട്ട് നടത്തിയ നാവികാഭ്യാസമാണ് കൊങ്കൺ 25 എന്നത്. കൊങ്കൺ 25. 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏത്? 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുമുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നേവി മുംബൈ ആണ്. നേവി മുംബൈ. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് IMAP. ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് IMAP. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ചേസറും ടാർജറ്റുമാണ്. ചേസർ SDX-01, ടാർജറ്റ് SDX-02. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 2025 ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. 2024 എവിടെയാണ് നടന്നത്? ബ്രസീലിലാണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് വെങ്ങപ്പള്ളി. വെങ്ങപ്പള്ളി. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യ AI പ്രോസസർ. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യത്തെ AI പ്രോസസറാണ് കൈരളി. പ്രോസസറിന്റെ പേരെന്താണ്? കൈരളി. കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി. കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ആര്? R ബിന്ദുവാണ്. R ബിന്ദു. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് HEX20. പേര് HEX20. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. പന്തിന്റെ പേരെന്താണ്? ട്രിയോണ്ട. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് ആര്? അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് സേതുവാണ്. സേതു.
71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി എന്നതാണ്. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതമാകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. ഇസ്രായേലുമായി സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേര്. ഇസ്രായേലുമായി സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ധു. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. ശാസ്ത്രരംഗത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത്. ശാസ്ത്രരംഗത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയതാരാണോ? എസ് സോമനാഥാണ്. എസ് സോമനാഥ്. സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി രാജസ്ഥാൻ അതിർത്തിയിൽ അതിർത്തി സുരക്ഷാ സേന ആരംഭിച്ച ഓപ്പറേഷൻ. സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായിട്ട് രാജസ്ഥാൻ അതിർത്തിയിൽ അതിർത്തി സുരക്ഷാ സേന ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അലർട്ട്. ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അലർട്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയം. 2025 ഓഗസ്റ്റ് 23. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം എന്നാണ്? കാട്ട്ല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. മനു ഭാക്കർ. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കങ്കണ റണാവത്താണ്. 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്ത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കുസാറ്റിനാണ്. കുസാറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്രം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ശ്രീകാന്ത് കോട്ടക്കലാണ്. ശ്രീകാന്ത് കോട്ടക്കൽ. അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകാന്ത് കോട്ടക്കൽ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് ജഗതി ശ്രീകുമാർ ആണ്. ജഗതി ശ്രീകുമാർ. 78ാം കാൻ ചലച്ചിത്ര മേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംഡോർ നേടിയതാരാണ്? ജാഫർ പനാഹിയാണ്. ജാഫർ പനാഹി. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ചൈന.
ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 11. വയോജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആര്? വയോജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് കെ സോമപ്രസാദ് ആണ്. കെ സോമപ്രസാദ്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടു. കുമ്മറ മലയാളം നിഘണ്ടുവാണ് സോം. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ആര്? ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. ജി ഹരികൃഷ്ണൻ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏത്? പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭയാണ് ഡൽഹി നിയമസഭ. ഡൽഹി നിയമസഭ. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനത്തിന്റെ 2025 പ്രമേയം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനത്തിന്റെ 2025 പ്രമേയമാണ് ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ എന്നത്. ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. നമ്പർ 112. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലറി. നെഗ്ലേറിയ ഫൗലറി. 2026 നടക്കുവാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. ബോട്ട് യാത്രയിൽ വായനാ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. ബോട്ട് യാത്രയിൽ വായനാ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പുസ്തകത്തോണി. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നത്. ക്യാമ്പയിന്റെ പേര് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനം. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനമാണ് 916. മഞ്ഞൾ ഇനത്തിന്റെ പേര് 916. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് രമേശ് ചെന്നിത്തല. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് തേജസ്വി മനോജ്. തേജസ്വി മനോജ്. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി കിരൺ ദേശായിയുടെ നോവൽ. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ നോവലാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രമാണ് ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയിലെ 7 പ്രകൃതിദത്ത പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായി യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പ്രദേശം വർക്കല കുന്നുകളാണ്. വർക്കല കുന്നുകൾ. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് സുശീല കാർക്കിയാണ്. സുശീല കാർക്കി. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശി.
216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശി വിദുഷി ദീക്ഷയാണ്. വിദുഷി ദീക്ഷ. ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് എന്ന്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഫർഹാനാണ്. മുഹമ്മദ് ഫർഹാൻ. മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ. മിസോറാമിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബൈരാബി സൈരംഗ് ആണ്. ബൈരാബി സൈരംഗ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോയാണ്. ഗ്ലാസ്ഗോ. ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. നിലവിൽ ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274 ഉപഗ്രഹങ്ങളാണ് ശനിക്ക് നിലവിൽ ഉള്ളത്. 274. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 മനു ഭാക്കർ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയാണ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാമാണ്. ആസാം സാറ്റ് എന്നാണ് ഇതിനെ പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആസാം സാറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഏതാണ്? താലൂക്ക് ഏറനാട് താലൂക്കാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഏറനാട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV01. INNYY1 എന്നതായിരുന്നു പഴയ കോഡ്. നിലവിൽ INTRV01. ലോക കരൾ ദിനം 2025 പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19 ആണ്. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഇതാണ്, കണ്ണപുരം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.